ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മേക്കപ്പ് വീഡിയോ ആണ്. അതുപോലെ തന്നെ മേക്കപ്പ് വീഡിയോ അല്ല, നമ്മുടെ ചെറിയൊരു നൈറ്റ് റൂട്ടീനും അതുപോലെ തന്നെ ഹെയർ കെയറുമാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നല്ലതുപോലെ ഷാമ്പു മാമാർത്തിൻ്റെ ആണ് യൂസ് ചെയ്ത് ഒണിയൻ ഹെയർ ഓയിൽ നമ്മൾ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇന്നിപ്പം വിറ്റാമിൻ ഇ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇനി അടുത്ത ദിവസങ്ങളിലായിരിക്കും വിറ്റാമിൻ സി ക്യാപ്സ്യൂൾ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഫേസ് എല്ലാം വാഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ മാമാർത്തിൻ്റെ ബൈ ബൈ ബ്ലെമിഷ് ക്രീം അപ്ലൈ ചെയ്യുന്നു. അത് ഇവർ പറഞ്ഞിരിക്കുന്നത് 8 ഗ്ലാസ് മിനിമം നമ്മൾ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കൂട്ടത്തിൽ 2 പ്രാവശ്യമായിട്ട് നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യണം, എങ്കിലേ കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ എന്നാണ് പറയുന്നത്. പല പ്രോഡക്ട്സും നമ്മൾ വാങ്ങിച്ചിട്ട് കറക്റ്റ് അവർ പറയുന്ന രീതിക്ക് യൂസ് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടാത്തത്. അപ്പം ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രോഡക്റ്റ് ഇതാണ്. അപ്പം വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. എന്താ വെച്ചാൽ ഞാൻ ഈ വക കാര്യങ്ങളിൽ കുറച്ച് പിശുക്ക് കാണിക്കും. എന്താണെന്ന് വെച്ചാൽ മാമാർത്തിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല റേറ്റാണ്, പക്ഷെ അതുപോലെ തന്നെ യൂസ്ഫുള്ളുമാണ്. നമുക്ക് കണ്ണിൻ്റെ ഇവിടുത്തെ കറുപ്പ് മാറാനൊക്കെ ഇത് നല്ലതാണ്, പിഗ്മെൻറ്റേഷനും കാര്യങ്ങൾക്കും ഒക്കെ. ഞാൻ ഇത്രയേ ഉള്ളൂ. ഇനി സർക്കുലർ മോഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇനി ഒന്ന് ഫ്രീ ആക്കി വിടുക. രാത്രിയിൽ നമ്മളിപ്പോൾ എങ്ങും പോകാത്തതുകൊണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട. അല്ലാത്ത പക്ഷം നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് വേണം പൗഡർ അപ്ലൈ ചെയ്യുന്നതും കണ്ണെഴുതുന്നതും ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇനിയിപ്പം ഹെയറിലേക്ക് പോവാം. ഞാൻ 2 മുടി ഇതുപോലെ പൗത്ത് എടുത്ത് വെക്കും. അതിന് ശേഷം തന്നെ ഇത് കണ്ടോ, ഇപ്പോൾ നല്ലതുപോലെ മുടി കൊഴിച്ചിലുണ്ട്. അത് കറക്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നല്ല രീതിക്കൊന്ന് കെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഇവിടിങ്ങ അറ്റത്തുനിന്ന് മേപ്പോട്ടാണ് ഞാൻ ജട കളഞ്ഞു പോകുന്നത്. ഞാൻ ഈ സൈസാണ് എടുക്കുന്നത്. ജട കളയാൻ നമ്മൾ എടുക്കേണ്ടത് ഈ ഒരു ഭാഗമാണ്, എന്നിട്ട് പിന്നെ ഈ ഭാഗം എടുക്കണം, എങ്കിലേ കറക്റ്റ് നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ മുടി പറഞ്ഞിങ്ങി പോരും. വേണ്ട, പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന മുടിയുടെ എമൗണ്ട് വേണ്ട ഇത്രയും ഉണ്ട്. ഇത്രയും മുടിയാണ്. അതുപോലെ തന്നെ ഈ സൈഡ് ഈ സൈഡും അതുപോലെ തന്നെ നല്ലപോലെ മുടി പോന്നിട്ടുണ്ട്. രണ്ടും കൂടെ കൂട്ടിക്കിട്ട് നോക്കട്ടെ. ഇത്രയും മുടി പോകുന്നുണ്ട്. ഇനി ഈ സെക്ഷൻ വെച്ചൊന്ന് ചെയ്യുന്നു. അപ്പം നമ്മൾ ജടയൊക്കെ കളഞ്ഞ് റെഡിയാക്കി ഹെയർ. ഇനി ഒണിയൻ ഹെയർ ഓയിൽ ഇത് അപ്ലൈ ചെയ്യാണ്. താഴെ കണ്ണാടി വെച്ചിട്ടുണ്ട് സ്റ്റാൻഡിലോട്ട്.
അങ്ങോട്ട് നോക്കി നമുക്ക് അപ്ലൈ ചെയ്യാം. ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് ഓരോ പാർട്ടായിട്ടും എടുത്ത് രണ്ട് സൈഡൊക്കെ കണ്ട് നല്ലപോലെ മുടി പോയിട്ടുണ്ട്. ഇനി മൊത്തം ഈ ഒരു സൈഡ് ചെയ്തിട്ട് നമുക്ക് നോക്കണം. ഇതിപ്പം ഷാർജയിൽ പോയപ്പം മുടി പൊഴിഞ്ഞതുപോലെ തന്നെ അതേ രീതിക്കാണ് വന്നിരിക്കുന്നത്. അടുത്ത വെള്ളം എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള വെള്ളമാണ്. ഈ മസാജ് ചെയ്യണം. കയ്യിൽ കുറച്ചെടുത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ പുറയിലോട്ടുള്ള പോർഷൻസ് നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ആക്കി ഫിംഗർ ടിപ്സ് വെച്ച് വേണം. അപ്പോൾ ഈ ഇങ്ങനെ ഇവിടെ എടുക്കുക, ഇവിടത്തേതും ഇതുപോലെ ഇങ്ങനെ എടുക്കുക. ഇനി അറ്റത്തോട്ട് മുടി എന്തായാലും പൊട്ടുന്നില്ല അറ്റമൊന്നും, അതുകൊണ്ട് നമുക്ക് കുറച്ച് ആശ്വാസമുണ്ട്. സാധാരണ നേരത്തെയൊക്കെ ആണെങ്കിൽ മുടി നല്ലതുപോലെ അറ്റം പൊട്ടുമായിരുന്നു. ഇത് ഇങ്ങനെ എടുത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഒന്ന് നല്ലതുപോലെ മസാജ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചീകി റെഡിയാക്കണം. അപ്പം ഇവിടെ കുറച്ച് ചട വന്നു. അപ്പം നമ്മൾ ഹെയർ ഓയിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ടാണല്ലോ നമ്മളെടുത്ത് അപ്ലൈ ചെയ്തത്. അതുപോലെ തന്നെ ചീപ്പ് വെച്ച് ചീവിയപ്പോൾ നമ്മൾ രണ്ടായിട്ട് പകുത്തിട്ടാണ് എടുത്തത്. ഇനി മെയിനായിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് മുടി നല്ലതുപോലെ ചീകി ഒതുക്കി കെട്ടി വെക്കുക. പെർമനൻ്റ് ലെയർ കട്ടിങ് ചെയ്താലോ എന്നോർത്ത സമയത്താണ് ഇത്രയും മുടി കൊഴിച്ചിൽ വന്നത്. അവിടെ അറ്റം വരുമ്പം കണ്ടോ മാല പോലെ ഇച്ചിരിയേ വരുത്തുള്ളൂ. അത് പക്ഷെ നമുക്ക് എന്താ ഈ ഇങ്ങനെ വിടർത്തി ഇട്ട് വേണമെങ്കിൽ ഉള്ളുള്ളതാക്കി കാണിക്കാനും പറ്റും. പലരും അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ ഹെയർ കെയറും സ്കിൻ കെയറും ഇത്രയേ ഉള്ളൂ വീഡിയോ.
കുറച്ച് മുടി തേണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇന്നിപ്പം ഡേ 1 ആണ്. അപ്പം ഇന്ന് മുടി പോയതെല്ലാം ഞാൻ എന്തായാലും സൂക്ഷിച്ചു വെക്കും. ഓരോ ദിവസം ചെല്ലും തോറും ഒരാഴ്ച കൊണ്ട് എത്രത്തോളം വ്യത്യാസം വന്നു എന്നുള്ളത് നമുക്ക് നോക്കണം. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്യൂ. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അത്രയേ ഉള്ളൂ ഹെയർ കെയർ വീഡിയോയുടെ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഉള്ളത്. നല്ലപോലെ വേർക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ക്രീം മുഖത്ത് പിടിച്ചതിൻ്റെ ഫേസ് മാത്രം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.